നിങ്ങൾക്കറിയാമോ എന്താണ് ഈ ഡാർക്ക് വെബ് എന്ന്? ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണെങ്കിലും സാധാരണക്കാർക്ക് ഒരുപക്ഷെ അത്രയൊന്നും അറിയാവുന്ന കാര്യമായിരിക്കില്ല ഇത്. ഡാർക്ക് നെറ്റ് അഥവാ ഡാർക്ക് വെബ് എന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ഉപയോക്താക്കൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരു ഭാഗമാണ്. ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു രഹസ്യ ലോകം പോലെയാണ്. ഗൂഗിൾ, ബിങ് തുടങ്ങിയ പരമ്പരാഗത സെർച്ച് എഞ്ചിനുകൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ ടോർ അഥവാ ദി ഒനിയൻ റൗട്ടർ അല്ലെങ്കിൽ ഇൻവിസിബിൾ ഇൻ്റർനെറ്റ് പ്രോജക്റ്റ് പോലെയുള്ള ചില പ്രത്യേക സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ്. ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോക്താവിൻ്റെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിനെ എൻക്രിപ്റ്റ് ചെയ്യുകയും ഒന്നിലധികം സെർവറുകളിലൂടെ റൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഉപയോക്താവിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയും ലൊക്കേഷനും മറയ്ക്കുന്നു. ഈ പ്രക്രിയയിൽ ഡേറ്റ ഒരു സവാളയുടെ പാളികൾ പോലെ പല എൻക്രിപ്ഷൻ പാളികളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടാണ് ടോർ എന്ന പേര് ഒനിയൻ റൗട്ടർ എന്നറിയപ്പെടുന്നത്. ഡാർക്ക് വെബിൻ്റെ പ്രധാന ലക്ഷ്യം ഉപയോക്താക്കൾക്ക് സ്വകാര്യതയും അജ്ഞാതത്വവും ഉറപ്പാക്കുക എന്നതാണ്. എന്നാൽ ഇത് നിയമപരവും നിയമവിരുദ്ധവുമായ പ്രവർത്തനങ്ങൾക്ക് ഒരു വേദിയായി മാറിയിരിക്കുന്നു. ഡാർക്ക് വെബിൻ്റെ ഘടന മനസ്സിലാക്കാൻ ഇൻ്റർനെറ്റിനെ 3 പ്രധാന ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം: സർഫേസ് വെബ്, ഡീപ്പ് വെബ്, ഡാർക്ക് വെബ് എന്നിങ്ങനെ. എന്താണ് സർഫേസ് വെബ്? സർഫേസ് വെബ് എന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഗൂഗിളിലൂടെ ആക്സസ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ്. ഉദാഹരണത്തിന് നമ്മുടെ വാർത്താ വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ ഇവയെല്ലാം അതിൽ ഉൾപ്പെടും. ഇനി ഡീപ്പ് വെബ് എന്നത് സെർച്ച് എഞ്ചിനുകൾക്ക് ഇൻഡെക്സ് ചെയ്യാൻ കഴിയാത്ത എന്നാൽ നിയമപരമായ ഉപയോഗങ്ങൾക്കായി ലോഗിൻ വിവരങ്ങൾ ആവശ്യമുള്ള ഭാഗമാണ്. ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ, ഇമെയിൽ സേവനങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ഡേറ്റാബേസുകൾ ഇവയെല്ലാം അതിൽ ഉൾപ്പെടും. എന്നാൽ ഡാർക്ക് വെബ് എന്നത് ഡീപ്പ് വെബിൻ്റെ ഒരു ഉപവിഭാഗമാണ്. അത് പ്രത്യേക സോഫ്റ്റ്വെയറുകൾ വഴി മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന അജ്ഞാതത്വം ഉറപ്പാക്കുന്ന ഒരു ശൃംഖലയാണ്. ഡാർക്ക് വെബ് സൈറ്റുകൾ പലപ്പോഴും .onion എന്ന ഡൊമൈനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവ സാധാരണ ബ്രൗസറുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഡാർക്ക് വെബിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ അജ്ഞാതത്വമാണ്. ടോർ ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ ഒരു ഉപയോക്താവിൻ്റെ ഡേറ്റ 3 അതിലധികമോ സെർവറുകളിലൂടെ അല്ലെങ്കിൽ നോഡുകളിലൂടെ കടന്നു പോകുന്നു. ഓരോ നോഡും ഡേറ്റയുടെ ഒരു പാളി ഡീക്രിപ്റ്റ് ചെയ്യുകയും അടുത്ത നോഡിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ ഏതാണ്ട് അസാധ്യമാണെന്ന് പറയാം. ഈ സാങ്കേതിക വിദ്യ പത്രപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, വിസിൽ ബ്ലോവർമാർ എന്നിവർക്ക് സുരക്ഷിതമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നു, പ്രത്യേകിച്ച് അടിച്ചമർത്തൽ ഭരണകൂടങ്ങളിൽ. ഉദാഹരണത്തിന്, ഒരു വിസിൽ ബ്ലോവർ ഒരു സർക്കാർ അഴിമതി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡാർക്ക് വെബ് വഴി അവർക്ക് പത്രപ്രവർത്തകർക്ക് രഹസ്യമായി വിവരങ്ങൾ കൈമാറാൻ കഴിയും, അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ. പല വാർത്താ സ്ഥാപനങ്ങളും, ഉദാഹരണത്തിന് BBC, ദ ന്യൂയോർക്ക് ടൈംസ് എന്നിവ .onion സൈറ്റുകൾ നടത്തുന്നുണ്ട്. അവിടെ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കിടാൻ കഴിയും. എന്നിരുന്നാലും ഡാർക്ക് വെബിൻ്റെ ഈ അജ്ഞാതത്വം തന്നെയാണ് ഇതിനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. ഡാർക്ക് വെബിൽ നിയമവിരുദ്ധമായ മയക്കുമരുന്ന് വിൽപ്പന, ആയുധ വ്യാപാരം, മോഷ്ടിച്ച ഡേറ്റ, വ്യാജ കറൻസികൾ, ഹാക്കിംഗ് ടൂളുകൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, വ്യക്തിഗത ഡേറ്റ എന്നിവയുടെ വൻ കരിഞ്ചന്തകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സിൽക്ക് റോഡ് എന്ന ഡാർക്ക് വെബ് മാർക്കറ്റ് 2011 പ്രശസ്തമായിരുന്നു. അവിടെ മയക്കുമരുന്ന് വിൽപ്പന വൻതോതിൽ നടന്നിരുന്നു. എന്നാൽ 2013 FBI ഇത് അടച്ചുപൂട്ടി. എന്നാൽ ഇത്തരം സൈറ്റുകൾ പലതും പിന്നീട് വീണ്ടും ഉയർന്നു വന്നു. ഡാർക്ക് വെബിൽ ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചാണ് ഇടപാടുകൾ നടത്തുന്നത്. കാരണം ഇവയും ഒരു പരിധിവരെ അജ്ഞാതത്വം ഉറപ്പാക്കുന്നുണ്ട്. ഹാക്കർമാർക്ക് ഡാർക്ക് വെബ് ഒരു കേന്ദ്രമാണ്. അവിടെ ഹാക്കിംഗ് സോഫ്റ്റ്വെയറുകൾ, മാൽവെയർ, ഡേറ്റാബേസുകൾ എന്നിവ വിൽക്കപ്പെടുന്നു. കൂടാതെ ഹാക്കിംഗ് സേവനങ്ങൾ വാടകയ്ക്ക് നൽകപ്പെടുന്നുണ്ട്. ഡാർക്ക് വെബ് ആക്സസ് ചെയ്യുന്നത് മിക്ക രാജ്യങ്ങളിലും നിയമവിരുദ്ധമല്ല. എന്നാൽ അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നിയമവിരുദ്ധമാണ്. ഉദാഹരണത്തിന്, മയക്കുമരുന്ന് വാങ്ങുക, ആയുധങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ മോഷ്ടിച്ച ഡേറ്റ ഉപയോഗിക്കുക എന്നിവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. കൂടാതെ ഡാർക്ക് വെബിൽ ബ്രൗസ് ചെയ്യുന്നത് സുരക്ഷിതമേയല്ല. മാൽവെയർ, ഫിഷിംഗ് സ്കാമുകൾ എന്നിവ ഡാർക്ക് വെബിൽ സാധാരണമാണ്. അതിനാൽ സാധാരണ ഉപയോക്താക്കൾക്ക് ഇത് വളരെ വലിയ അപകടവുമാണ്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് പോലും നമ്മുടെ കമ്പ്യൂട്ടറിനെ മാൽവെയറിന് ഇരയാക്കിയേക്കാം. അതിനാൽ ഡാർക്ക് വെബിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശക്തമായ സൈബർ സുരക്ഷാ മുൻകരുതലുകൾ, VPN, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ, ഒപ്പം സുരക്ഷിതമായ ബ്രൗസിംഗ് ശീലങ്ങൾ എന്നിവ അനിവാര്യമാണ്. ഡാർക്ക് വെബിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനമാണ്. പല രാജ്യങ്ങളിലും സെൻസർഷിപ്പ് കർശനമായി നടപ്പാക്കുന്ന സ്ഥലങ്ങളിൽ ഡാർക്ക് വെബ് ഒരു സ്വതന്ത്ര ആശയവിനിമയ മാർഗമാണ്. ഇൻ്റർനെറ്റ് നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉപകരണമാണ്. ഉദാഹരണത്തിന്, രാഷ്ട്രീയ പ്രവർത്തകർ, ഗവേഷകർ അല്ലെങ്കിൽ സ്വകാര്യത ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഉപയോഗപ്രദമാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യം തന്നെയാണ് ഡാർക്ക് വെബിനെ അപകടകരവും അല്ലെങ്കിൽ വിവാദപരവുമൊക്കെ ആക്കുന്നത്.
ഡാർക്ക് വെബിൽ പ്രവേശിക്കാൻ ടോർ ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ. അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് ബോധവാനായിരിക്കുകയും സുരക്ഷിതമായി എങ്ങനെ നാവിഗേറ്റ് ചെയ്യാമെന്ന് അറിയുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സൈബർ സുരക്ഷാ വിദഗ്ധരുടെ മാർഗനിർദ്ദേശമില്ലാതെ ഡാർക്ക് വെബ് പര്യവേഷണം ഒരു സാധാരണ ഉപയോക്താവിന് വലിയ അപകടങ്ങൾ വരുത്തിവെക്കാം. അവസാനമായി ഒരു കാര്യം കൂടി. ഡാർക്ക് വെബിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സർക്കാരുകളും നിയമപാലകരും ഇതിനെ നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻക്രിപ്ഷൻ ശക്തമാണെങ്കിലും പല ഡാർക്ക് വെബ് മാർക്കറ്റുകളും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ആൽഫാബേ, ഹൻസ മാർക്കറ്റ് എന്നിവ. എന്നാൽ ഡാർക്ക് വെബിൻ്റെ വികേന്ദ്രീകരണ സ്വഭാവം കാരണം ഇത് പൂർണ്ണമായി നിർത്തലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഡാർക്ക് വെബ് എന്നത് ഒരു ഇരുവായ് മുഖമുള്ള വാൾ പോലെയാണ്. ഒരു വശത്ത് സ്വകാര്യതയും സ്വാതന്ത്ര്യവും, മറുവശത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അപകടങ്ങളും പതിയിരിക്കുന്നു.